വാട്ട് ഡു യു തിങ്ക് ലൈക്ക് യൂട്യൂബ് ഒരു റിലയബിൾ സോഴ്സ് ആണോ? അതിനെ വിശ്വസിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അല്ല, ഒരിക്കലും ഇല്ല എന്നല്ല, അത് ഓരോ ഫീൽഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒന്നാമത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു മനക്കോട്ടം എന്ന് പറഞ്ഞാൽ ഈ എഡിറ്റിംഗ് ചാനൽ തുടങ്ങിയ സമയത്ത് അധികം ആൾക്കാരില്ല, വളരെ കുറച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് പച്ച പിടിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്തു, അവരൊക്കെ പെട്ടെന്ന് നിർത്തി. കാരണം എന്താ വെച്ചാൽ ജീവിക്കാൻ പറ്റില്ല അവർക്കൊന്നും. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഈ വ്ളോഗിങ് അല്ലെങ്കിൽ എന്താ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ, അവരൊക്കെ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട്. പക്ഷെ അവർക്കും അവരുടെ ഭാവി കുറച്ച് കഴിയുമ്പോൾ മാറും. പുതിയതായിട്ട് ഇതുവരെ ആൾക്കാർ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുതുമ വന്ന സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് കാലം നിൽക്കും. ഇപ്പോൾ ഓരോരുത്തർ ഇപ്പം യൂട്യൂബിൽ വലിയ വലിയ നിലനിൽക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഏകദേശം ഒരു വർഷത്തെ ഇപ്പോഴത്തെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം തന്നെ ഉറപ്പല്ലേ നമുക്ക് അവിടെ ഒരു ലൈഫ് ഇല്ല എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ഇതൊന്നും ലൈഫ് ടൈം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. നമ്മുടെ മെയിൻ ഇൻകം അതല്ല, നമ്മളതൊരു മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ്, അതായത് നമ്മൾ വിസിബിൾ ആയി കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് ഫിഗർ ആക്കാൻ പറ്റുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോഴും പഴയ വീഡിയോയിലൊക്കെയാണ് പോണത്. മനക്കോട്ടാണ് ഇപ്പം എൻ്റെ പ്രീമിയർ പ്രോൻ്റെ പഴയ ട്യൂട്ടോറിയലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴത്തെ വീഡിയോ അറിയും കൂടി ഇല്ല, നോട്ടിഫിക്കേഷൻ പോണ്ടേ ഇവർക്ക്. 2 വർഷം മുന്നേ FCP ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഇപ്പോഴും അതിൽ പറഞ്ഞ ഡയലോഗൊക്കെ വന്നിട്ട് അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചിരിക്കുക. ഇപ്പൊ പറഞ്ഞൊന്നും ആൾക്കാർക്ക് അറിയില്ല, കാരണം അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോലും പോണില്ല. ഒരു 2000 വ്യൂ കിട്ടിയ ഭാഗ്യം എന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ കാണാൻ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എവർഗ്രീൻ കണ്ടന്റ് ആണ് നമ്മുടെ. അതാണ്, അത് നമുക്ക് മാത്രമുള്ളൊരു ഗുണം. അപ്പൊ നമ്മള് എന്താ ടെക്കിലൊക്കെ ഉള്ള നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ യൂട്യൂബില്, അവരൊക്കെ പറയും അവര് അർപ്പിതേട്ടാ നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്, നിങ്ങളുടെ 4 കൊല്ലമുള്ള മുമ്പ് ഞങ്ങൾ ഇപ്പോഴും അതിരുന്ന് കാണാറുണ്ട്. പക്ഷെ ഞങ്ങൾ അന്നൊരു മൊബൈല് പുതിയ ഇറങ്ങിയ മൊബൈല് കാണിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ മൊബൈലിൽ പോലും ആൾക്കാർ സെർച്ച് ചെയ്യില്ല, അങ്ങനെ അവരെയും കാണില്ല. ആ ഒരു ഗുണം മാത്രം നമുക്കുണ്ട്. നമ്മൾ എവർഗ്രീൻ ആയിട്ട് അവിടെ ഇരിക്കും. ചില വീഡിയോസൊക്കെ ഇപ്പോഴും പഴയ അതുകൊണ്ട് തന്നെ ആൾക്കാർ കണ്ട് തിരിച്ചറിയില്ല, ആ കോലൊന്നും ഇല്ലപ്പോഴേ. അതെ, അത് കുറേ നേരം നോക്കിയിട്ടൊക്കെയാണ് വരിക.